കാണാം. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോവല്ലേ? കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലെ ഒരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ പറ്റോ? ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം. ആ വിട്ടോ. നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം. നീ എന്നാ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്ന്. എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയും വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ ഒക്കെയല്ല. MA-കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട. നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു. അവനെ ആലോചിക്കാം. എന്നതാടി നിന്ന് കരയുന്നേ? ഇപ്പൊ നിന്റെ തന്റെ ഇടവും പാചകവും ഒക്കെ എവിടെ പോയി? നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറടി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. ഇങ്ങോട്ട് കയറടി. എന്നാടി പേടിച്ചു പോയെ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പൈലോനും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ. എന്റെ ഇച്ചായ, സ്കൂൾ അടച്ച് നോമ്പ് തീരാൻ ഇനി എത്ര മാസം കിടക്കുന്നു? നമുക്ക് അതുവരെ കാര്യങ്ങൾ നീട്ടണോ? ദാ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് ചുമ്മാ ജാട കാണിച്ചിട്ട് ഇനി അതങ്ങ് വേഗം നടത്താൻ പറയാൻ നോക്കൂ. പിന്നെ നോമ്പ് നോറ്റ് കാത്തിരിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഇല്ലടാ സലീം. നമ്മുടെ നാട്ടിൽ ഏതാടാ ബെൻസ്? 2-3 ദിവസം അവന്മാരുടെ കറങ്ങാൻ തുടങ്ങിയിട്ട്. അത് കൊച്ചിയുടെ ടീമാ. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. PK ഗ്രൂപ്പ്? അതാണടാ. ആർക്കറിയാം? PK ഗ്രൂപ്പ്. എന്നെങ്കിലും ആട്ടെ. ആ മുറുക്കാന്റെ കാശ് കൊടുത്ത് വേഗം വാ. ഓ, എല്ലായിടത്തും വെക്കടാ. നമസ്കാരം കുട്ടപ്പായി. യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പ് പൊക്കോണം. കുട്ടപ്പായി, ശത്രു ആയാലും ഉമ്മറത്ത് കയറി വരുന്നവരെ അപമാനിക്കരുന്ന് അപ്പം പറയാറില്ലേ? വലിയ മുതലാളി അകത്തുണ്ട്. അല്ല, ഇതാര്? ആയിരെങ്കിലും അനിഷേധ്യ നേതാവ് വടക്കേത്തല ശിവദാസനോ? വലിയ വലിയ നേതാക്കന്മാര് തേവക്കാട്ടെ പടിയൊക്കെ കേറുവോ? അത് പിന്നെ കാഴ്ചക്കള മുന്നിൽ വെക്കടാ. ഓ, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മുതലാളി, പൊറുക്കണം. പണ്ട് ഒരോളത്തിന്റെ അന്ന് ഇതുപോലെ കാഴ്ചയും വെച്ച് നിന്റെ അച്ഛൻ പുലുക്കണ്ടത്ത് പോലെ ഒരു സങ്കടം പറഞ്ഞു. 16-കാരനായ നിനക്ക് എന്നാങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്ന്. അങ്ങനെ TS നമ്പർ 42 ഈ കാല് തൊട്ട് വന്നിച്ച് നീ അങ്ങ് കള്ളടക്കാൻ കേറി. പിന്നെ വളർന്നപ്പോ പലപ്പോഴും ആ കാല് തന്നെ നീ വാരി, എടോ മൂപ്പിന്നേ, തന്നെ ഞാൻ കണ്ടോളാം എന്ന് വരെ പറഞ്ഞു നീ. പഴയതൊക്കെ പറഞ്ഞ് മുതലാളി എന്നെ വിഷമിപ്പിക്കരുത്. സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഒടുക്കത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് അവന്മാര് പറഞ്ഞത് പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടാണോടാ പന്നെ പാലക്കല വഴിവെട്ട് കേസിൽ നീ ഞങ്ങൾക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞേ? നിന്റെ ഈ പീറത്തടി ഇവിടുത്തെ ചോറാന്ന് മറന്നിട്ടാ തേവക്കാട്ടുകാർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിൽ നീ മത്സരിച്ചത്. മത്സരിച്ചെങ്കിൽ എന്താ, ഞാൻ തോറ്റെന്നില്ല കുട്ടപ്പായി. ഓ, നീ തോറ്റെന്നല്ലയോ? ദേവരാ അലക്കലക്കലുണ്ടല്ലേ? തേവക്കാട്ടുകാർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ഇവിടെ ഒരുത്തനും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. വടക്കേത്തല ശിവദാസനല്ല, നിന്റെ അപ്പൻ പുലിക്കണ്ടത്ത് കോരമെന്ന് നിന്നാലും ജയിക്കുകയില്ല. മുതലാളി, ചത്തുപോയ എന്റെ അച്ഛന് പറയുന്നത് കേട്ടില്ലേ? ഈ കുട്ടപ്പായുടെ ഓരോ കുസർ. അവന്റെ കൈ വീഴുന്നതിന് മുമ്പ് വന്ന കാര്യം പറഞ്ഞേച്ച് നീ പോകാൻ നോക്ക് ശിവ. അവിടത്തേക്ക് അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളതൊരു മോള.
നല്ലൊരു കാര്യം വന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചിങ്ങത്തിൽ അതങ്ങ് നടത്തണമെന്നുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടക്കത്തുള്ളൂ. ഉള്ളതൊക്കെ പണയപ്പെടുത്തി ഇച്ചിരി കാശുണ്ടാക്കി ഇപ്രാവശ്യം ഫോറിൻ ലിക്കറിന്റെ ടെൻഡറിനെ വെച്ചാ കൊള്ളാം. ഇപ്രാവശ്യം എനിക്കതൊന്ന് വിട്ടു തന്നൂടെ? കൊള്ളാം. 25 വർഷമായിട്ട് തേവക്കാട്ടുകാർ പിടിക്കുന്ന FLW 116 കൈമണിയായി 2 നേന്ത്രക്കൊല. നിന്റെ ബുദ്ധി കൊള്ളാം. ഇതാ ഒരു കുഴപ്പം. അറിയാതെ ചെയ്താ നന്ദി കിടന്ന് പറയും, യാചിക്കാൻ വന്ന ഇതുപോലെ കളിയാക്കുകയും എടാ, ചെയ്യും. നീ ടെൻഡർ വെക്കുകയോ വിളിക്കുകയോ എന്നാ വേണേലും ചെയ്തോ. വിട്ടുതരണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യോ, വലിയ മുതലാളിയോട് മത്സരിക്കാനോ? ഞാനോ? നന്ദികേട് കാണിക്കത്തില്ല, വടക്കത്തില്ല. പെങ്കൊച്ചിന്റെ കല്യാണക്കാരൻ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ. വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അവിടുന്ന് ഒരു 10 ലക്ഷം രൂപ തന്നാ ഞാനങ്ങ് മാറിയേക്കാം. ഛീ, അപ്പന്റെ മുമ്പിൽ നിന്ന് വില പേശുന്ന ഇറങ്ങി പോടാ പന്ന. ഉറപ്പായി. വേണ്ട. തേവക്കാട്ട് വന്ന് കൈനീട്ടിയ വാരിക്കൊരു തരുന്ന് കേട്ടിട്ടുണ്ട്. വലിയ കള്ളുകച്ചവടക്കാരനാണെന്നും വേണ്ടിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണക്കാരെ ആലോചിച്ചപ്പോ അങ്ങനെ പലരും ചിന്തിച്ചതേ ഉള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിക്കോട്ടെ, എനിക്കൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ മുറ്റത്ത് വരത്തുമില്ല. ഞാൻ പോവാ മുതലാളി. നിക്കടാ അവിടെ. നിന്റെ ടെൻഡർ പേടിച്ചിട്ടോ കള്ളക്കണ്ണീര് കണ്ടിട്ടോ ഒന്നുമല്ല, ഒരു പെങ്കൊച്ചിന്റെ കാര്യമായതുകൊണ്ടാ. എടാ കുട്ടപ്പായി, ഓ, ആ മൂന്നാറിൽ വന്നതിന് ഒരു 2 ലക്ഷം എടുത്ത് കൊടുത്തേര്. അപ്പ ഇവൻ പോട്ടടാ. FLW 116 ലേലം ആരംഭിക്കുകയാണ്. ഓഫ്സെറ്റ് പ്രൈസ് 50 ലക്ഷം രൂപ. തേവക്കാട്ട് 75 ലക്ഷം രൂപ. FLW 116 തേവക്കാട്ട് 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി 25 ലക്ഷം രൂപ. തേവക്കാട്ട് 1 കോടി 25 ലക്ഷം രൂപ. 1 കോടി 50 ലക്ഷം. ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. ഈ ചായ ക്ലീറ്റസാ. എന്നാടാ കുട്ടപ്പായി ചായ ലേലം നമുക്ക് പിടിക്കാൻ പറ്റും തോന്നണില്ല. എന്നാടാ നീ പറയുന്നേ? ആ വടക്കേത്തിലെ ശിവദാസ് ചതിച്ച ചായ. 1 കോടി 75 ലക്ഷം. തേവക്കാട്ട് 1 കോടി 75 ലക്ഷം രൂപ. 2 കോടി. വടക്കേത്തല 2 കോടി രൂപ. 2 കോടി 10 ലക്ഷം. തേവക്കാട്ട് 2 കോടി 10 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. വടക്കേത്തല 2.5 കോടി രൂപ. വടക്കേത്തല 2 കോടി രൂപ. വേണ്ട, 2 കോടി 50 വിട്ടുകൊടുത്തേര്. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. വടക്കേത്തല 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം ഒരു തരം. വടക്കേത്തല ശിവദാസ് 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം രൂപ. 2 കോടി 50 ലക്ഷം 2 തരം. 2 കോടി 50 ലക്ഷം രൂപ. 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 2.5 കോടി രൂപ. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കേത്തല 2 കോടി 50 ലക്ഷം 3 തരം. അവൻ ചതിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അപ്പാ. എടാ പൊന്ന കുട്ടപ്പായി, വേണ്ട, വിട്. വേണ്ട, അവനെ വിട്. കുട്ടപ്പായി, വേണ്ട. എണീക്കടോ. അയ്യോ, ഇതാരൊക്കെയാ? തേവക്കാട്ട് മുതലാളിമാരാ? നിങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ആളെ വിടില്ലായിരുന്നല്ലോ. എന്താടോ വടക്കേത്തലേ, ലേലം പിടിച്ചോ? നമ്മൾ പിടിച്ചു മുതലാളി. താൻ എന്ത് മറ്റേടുത്ത പടിയോടോ കാണിച്ചത്? തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ ഈ പാവപ്പെട്ട PK ഗ്രൂപ്പുകാരെ കൊണ്ട് പറ്റുവോടോ? മുതലാളി ക്ഷമിക്കണം, അവൻ ആളറിയാതെ അങ്ങ് ഉറപ്പിച്ചതാ. അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് നിങ്ങൾ പിടിക്കുന്ന ബ്രാൻഡിൽ കയറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിക്കണം നിപ്പ് കണ്ടില്ലേ കഴുത. മേലിൽ എന്റെ കണ്ണുവെട്ടത് കണ്ടുപോരുത്. പോരെ മുതലാളി? എന്നതായി ചങ്ങാതിയുടെ പേര്? അയ്യോ, അലോഷിന്നാണേ. അയ്യോ എന്ന് പറഞ്ഞത് ഇനിഷ്യലാണോ? ആ, എന്നെങ്കിലും ആട്ടെ. ഏതായാലും പ്രകടനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്.
തേവക്കാട്ടുകാർക്ക് FLW 116 പോയാ ആനയുടെ വാലിന്റെ അറ്റത്തെ ഒരു രോമം അത്രേ ഉള്ളൂ. പക്ഷെ ആ രോമം കൈ കിട്ടിയെന്ന് കരുതി ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോ ആക്റ്റായി പറഞ്ഞു കൊടുത്തേച്ചാ മതി കേട്ടോടാ. അയ്യോ അലോഷി. അപ്പം വാ. ഈശ്വര, അവനിതെന്ത് ചതിയാ കാണിച്ചേ? എത്ര കാലമായി നമ്മൾ പിടിച്ചോണ്ടിരുന്ന ലേലവാന്മാര് പിടിച്ചത് മഹാ നാണക്കേടായി പോയി. PK ഗ്രൂപ്പുകാർ അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുക കയറ്റി വിളിക്കാൻ ചെന്ന ജനസംസാരം. ലേലം പിടിച്ചതുകൊണ്ട് മാത്രം എല്ലാം തീർന്നില്ല ചായ. അവന്മാര് നമ്മളെ തോപ്പിച്ചോണ്ട് ഇവിടെ മാനവ മര്യാദയായിട്ട് കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണം. വാഴിക്കല ഞാൻ ഒരുത്തനെയും. എടാ കുട്ടപ്പായി, ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ. നീ വെറുതെ അവന്മാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കാനൊന്നും പോണ്ട. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. വേണ്ട, ഇനി ആ കച്ചവടം നമുക്ക് വേണ്ട. പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് ഞാനും അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ. അത് ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവം തമ്പുരാന്റെ തീരുമാനം. എന്നേക്കുമായി നിർത്തിയേക്കാം. ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയെടുത്തോട്ട് ഇനി അവറാച്ചനില്ല. അതെ, ശേഖരൻ തമ്പിയോ? ഇതെന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക ഇങ്ങനെ പിൻവലിക്കാൻ? പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ വന്നോളൂ. ഓക്കെ. എന്നതാണെന്ന് അറിയാൻ മേല. രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോവുക. ഇങ്ങനെ പോയാ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും. ഹലോ, എന്നാ സുധാര? എന്നാ ആര് പറഞ്ഞു? തേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? ഛേ, ലേലം പിടിക്കാഞ്ഞത് കൈ പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ തുകയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. ആ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം. വന്നോളൂ. എന്നതാടോ? ഹലോ. അപ്പ ഇത് ഞാനാ. എന്നതാടാ? എന്നാ പറ്റിയേ? എന്നാ ചതിവ് പറ്റിയെന്ന് അറിയില്ല. ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്കുക. ഇവിടുത്തെ ഫണ്ടെല്ലാം തീർന്നു. ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം. നീ വിഷമിക്കാതിരി, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്നാ ഇത്? ആരും വെള്ളം വെക്കരുത്. എറിയരുത്, എറിയരുത്. പിടിച്ചു മാറ്റമല്ല നിർത്താനാ പറഞ്ഞത്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. സീ ഫുഡ്സിലുണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. വായിച്ച പിടിച്ച് മാറ്റണോ അവന്മാരെ? അങ്ങോട്ട് എന്തിയടോ? അകത്ത് ഓഫീസിലിരിക്കുക. നിന്റെ ഒന്നും ഒരു ചില്ലി കാശും വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോടാ പുല്ലന്മാരെ. എന്നാ പിന്നെ ഞങ്ങൾ കാശ് ചേടാ. എത്രയാടാ നിന്റെ നക്കാപ്പിച്ച കാശ്? പറയടാ, എത്രയാണെന്ന് അക്കൗണ്ട് നോക്കി അറിയാം. എവിടാ നിന്റെ പാസ്ബുക്ക്? കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. അക്കൗണ്ട് നമ്പർ? അക്കൗണ്ട് നമ്പർ അത് എടപ്പന്ന വേണ്ട. വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ, ചവിട്ടി എല്ലോടിക്കും ഞാൻ. നിങ്ങൾ ആരും പേടിക്കണ്ട. തേവക്കാട്ടുകാര് ഇന്ന് വരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാശ് കിട്ടാനുള്ളവരൊക്കെ മാന്യമായിട്ട് വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയിക്കോണം. ഒരുവിളെ വിളിക്കണ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു നയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം അത്രേ കരുതിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, ഇതോടെ നിർത്തിയേക്കാം. 10-25 വർഷമായിട്ട് ഞാൻ നോക്കിയും കണ്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നൊരു സ്ഥാപനമാണ്. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലപ്പ. ഇച്ചായൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലും സമാധാനിക്കും. അതങ്ങ് പോട്ടെ, നമുക്ക് വേറെ എന്തേലും തുടങ്ങാം.
ഇച്ചായം വിഷമിക്കാതിരിക്കെ. ഓരോ ഡിപ്പോസിറ്റേഴ്സിന്റെ വീട്ടിലേക്കും ഫോൺ കോളുകൾ പോയിരുന്നു. കമ്പനി പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ. അപ്പൊ ഇത് ആരോ കരുതി കൂടി ചെയ്ത ചതിയാന്നല്ലോ. ഒരു സംശയവും വേണ്ട, ഇതിന്റെ പിന്നിൽ വന്ന് ലേലം പിടിച്ചമാര് തന്നെ. അവന്മാരുടെ ആൾക്കാരാ ബാങ്കിൽ വന്ന് കല്ലെറിഞ്ഞതും ബഹളം ഉണ്ടാക്കിയതും എല്ലാം. അതെ, അന്വേഷണത്തിനിടയ്ക്ക് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനൊക്കുകയല്ല. നിയമത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ചതിയിലൂടെ എല്ലാം തച്ച് തകർത്തിട്ട് ഇച്ചായന്റെ ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം. പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി. കുട്ടപ്പായി, നീ വെറുതെ വഴക്കിലൊന്നും പോണ്ട. ഓ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തേച്ചു വരാം. എന്റെ വക ഒരു റീത്തും